കൊടുക്കുന്നത്? മാതാക്കൾക്കാണ്, ഉമ്മമാർക്കാണ്, അമ്മമാർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗം കംപ്ലീറ്റ്ലി ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ കുട്ടികൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാലും കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും തുടങ്ങുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ, മക്കളെ നിങ്ങൾ അവരെ കാണുന്ന സമയത്ത് ഇത് നമുക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ്, അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയ രൂപത്തിലാണോ നമ്മൾ അവരെ കാണുന്നത്? ആണ്. പക്ഷേ എവിടെയോ നമുക്ക് ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ആയിരുന്നു എപ്പോഴേ ഇവര് പ്രസവിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് ഇതൊരു വല്ലാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നില്ലേ? ഇവര് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ശരിയല്ലേ? ഒരു റോസ് പൂ കിട്ടിയ അതേ ഇതോട് കൂടിയിട്ടായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായത്. പക്ഷെ എപ്പം മുതലാണ് ഇവർക്ക് നമ്മൾ ഒരു ഭാരമാവാൻ തുടങ്ങിയത്? അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാതായി തുടങ്ങിയത് എപ്പോഴാ? ആർക്കും പറയാൻ പറ്റുമോ? കൂടുതൽ അടി കിട്ടാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോഴാ? LKG കൊണ്ടിട്ട് മക്കളെ ചേർത്തപ്പോഴാണ് അമ്മമാർക്കും ഉമ്മമാർക്കും ആവലാതി വേവലാതി തുടങ്ങിയത്. ശരിയല്ലേ ഞാൻ പറയണത്? അതുവരേക്കും കുഴപ്പമില്ല. കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എല്ലാ കാര്യം നമ്മൾ അവിടെ തവക്കിലെ ദൈവത്തെ ഏൽപ്പിച്ചു എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. എല്ലാ ദൈവത്തിനാണ്, ദൈവത്തിന്റെ വിധിയാണ്. ദൈവം എന്ത് വിചാരിക്കുന്നു അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുക. ആണല്ലോ? നമ്മൾ അത് മനസ്സിൽ കൊണ്ടടക്കുന്നു, അതിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്തിനു പിന്നെ